തലസ്ഥാന നഗരം പിടിമുറുക്കി ഗുണ്ടകൾ, കാഴ്ചക്കാരായി പോലീസ്. നഗരമധ്യത്തിലെ ഡാൻസ് ബാറിൽ ഡി ജെ പാർട്ടിക്കിടെ ഗുണ്ടാസംഘങ്ങൾ ഏറ്റുമുട്ടി. കുപ്രസിദ്ധ ഗുണ്ടകളായ ഓം പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘവും എയർപോർട്ട് സാജന്റെ സംഘവുമാണ് ഏറ്റുമുട്ടിയത്. തിരുവനന്തപുരത്തെ ഈഞ്ചക്കലെ ബാറിലാണ് സംഭവം നടന്നത്. സാജന്റെ മകനും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ഡാനി നടത്തിയ ഡി ജെ പാർട്ടി ഓം പ്രകാശ് തടസ്സപ്പെടുത്തി എന്നാരോപിച്ചാണ് സംഘട്ടനം നടന്നത്. ഇതാണ് ഇപ്പോഴത്തെ സംഘടന കാരണമെങ്കിലും കഴിഞ്ഞ 3 വർഷമായി ഇരു സംഘങ്ങളും തമ്മിൽ കുടിപ്പകയിലായിരുന്നു. സാജന്റെ സംഘത്തെ തിരുവനന്തപുരം നഗരമധ്യത്തിലെ പാറ്റൂരിൽ വെച്ച് ഓം പ്രകാശിന്റെ സംഘം ആക്രമിച്ചത് വലിയ വാർത്തയായി മാറിയിരുന്നു. അതിന് തിരിച്ചടി കൊടുക്കുമെന്ന് സാജന്റെ സംഘം പ്രതിജ്ഞയെടുത്തതായി പറയുന്നു. എന്തായാലും ഡി ജെ പാർട്ടിക്കിടെയാണ് ഇപ്പോൾ 2 ഗുണ്ടാ സംഘങ്ങൾ പരസ്പരം പോർവിളിച്ചിരിക്കുന്നത്. ഈ പോർവിളി നഗരത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. 2 ഗുണ്ടാ സംഘങ്ങൾക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും ഉന്നത രാഷ്ട്രീയക്കാരുമായും ബന്ധമുണ്ട്. ഓം പ്രകാശിന്റെ തട്ടകം ഇപ്പോൾ കൊച്ചിയാണ്. കൊച്ചിയിൽ നിന്നാണ് ഓം പ്രകാശ് ഓപ്പറേഷനുകൾ നടത്തുന്നത്. അടുത്തിടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഓം പ്രകാശ് വിവാദത്തിൽ ഉൾപ്പെട്ടിരുന്നു. എയർപോർട്ട് സാജന്റെ തട്ടകം തിരുവനന്തപുരം എയർപോർട്ടാണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ സമാന്തരമായ ഭരണകൂടം തന്നെ സ്ഥാപിച്ചുകൊണ്ട് എയർപോർട്ട് സാജൻ നിൽക്കുന്നു. ഒരു കാലത്ത് ഓം പ്രകാശും എയർപോർട്ട് സാജനും ഭായി ആയിരുന്നു. പിന്നീട് തങ്ങളിൽ തെറ്റിയപ്പോൾ തെരുവിൽ രക്തം വീണു. ആദ്യമായി രക്തം വീണത് പാറ്റൂരിലെ തെരുവിലാണ്. അന്ന് ഓം പ്രകാശിന്റെ സംഘമാണ് സാജന്റെ സംഘത്തെ ആക്രമിച്ചത്. ഓം പ്രകാശിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് നിതിനെ സാജന്റെ ടീം മർദ്ദിച്ചതായി പോലീസ് പറയുന്നു. ഓം പ്രകാശിനെ പിടിച്ചു തള്ളുകയും നിതിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. മാത്രമല്ല, സാജൻ പരസ്യമായി ഓം പ്രകാശിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. സാജന്റെ മകൻ ഡാനിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇടയ്ക്ക് ഒരു യുവാവിനെ കൊണ്ട് കാലിൽ ചുംബിച്ച് മാപ്പ് പറയിക്കുന്ന ഡാനിയുടെ രംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പല വിധത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ടെങ്കിലും പോലീസ് അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ ഏറ്റുമുട്ടലിന് കാരണം. ഓം പ്രകാശ് തിരുവനന്തപുരത്ത് എത്തുന്നത് വളരെ രഹസ്യമായാണ്. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തന്നെ ഓരോ പ്രശ്നങ്ങളിൽ ഓം പ്രകാശ് പെടാറുണ്ട്. സാജന്റെ സംഘവും ഓം പ്രകാശിന്റെ സംഘവും ഒരേ തൂവൽ പക്ഷികളായിരുന്നു ഒരു കാലത്ത്. പിന്നീട് ഇരുവരും തമ്മിൽ തെറ്റി. ബിസിനസ് രംഗത്തുള്ള കുടിപ്പകയാണ് ഇരുവരും തമ്മിൽ തെറ്റാനുള്ള കാരണമെന്ന് പോലീസ് പറയുന്നു. എന്തായാലും ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടും ഇതുവരയ്ക്കും ഇരുവരെയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഉന്നത രാഷ്ട്രീയ ബന്ധവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധവും ഇരുകൂട്ടർക്കുമുണ്ട്. 90കളിലാണ് എയർപോർട്ട് സാജൻ സജീവമായി ഗുണ്ടാ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. ഒരു കാലത്ത് പോലീസുകാർക്ക് പേടി സ്വപ്നമായിരുന്നു എയർപോർട്ട് സാജൻ. അതാണ് സാജന്റെ പ്രത്യേകത. ഓം പ്രകാശ് അതിനുശേഷം എയർപോർട്ട് സാജൻ വന്നതിന് ശേഷമാണ് ഓം പ്രകാശ് ഗുണ്ടാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. എന്തായാലും തലസ്ഥാനത്ത് ഗുണ്ടകൾ തമ്മിൽ കുടിപ്പക തീർക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് പറയുന്നു. തലസ്ഥാനത്ത് ഗുണ്ടകൾ അരങ്ങുവാഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അമ്മയ്ക്കൊരു മകൻ സൗജുവും പുത്തമ്പാലം രാജേഷും എയർപോർട്ട് സാജനും ഓം പ്രകാശും ഒക്കെ തലസ്ഥാനത്ത് പിടിമുറുക്കിയിരിക്കുന്നു. ഇവരുടെ പിന്നിൽ എന്തിനും പോകുന്ന ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരുടെ സംഘം, ആ രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരുടെ സംഘമാണ് ഇരുവരുടെയും കരുത്ത്. സാജൻ എയർപോർട്ടിലെ കിരീടം വയ്ക്കാത്ത രാജാവാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ ഓം പ്രകാശിന് നല്ല സ്വാധീനമുണ്ട്. ഇരുവരും തമ്മിൽ വെല്ലുവിളിച്ചതോടെ പോലീസ് നിതാന്ത ജാഗ്രതയിലാണെന്ന് പറയുന്നു. ജാഗ്രത മാത്രം പോരാ പോലീസെ, അറസ്റ്റ് ഉണ്ടാകണം, നടപടി ഉണ്ടാകണം. അല്ലെങ്കിൽ തെരുവിൽ ജഡങ്ങൾ വീഴും.